ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തെരണ്ടിക്കറിയാണ് വെക്കുന്നത്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല വറുത്തരച്ച കുടംപുളിയിട്ട കറിയാണേ. നമ്മൾ വറുത്തരച്ച് ഏത് മീൻ വെച്ചാലും നല്ല കഷ്ണമുള്ള നല്ല മാംസമുള്ള മീൻ വെക്കുന്നതാണ് വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല രുചി. ഞാൻ തേങ്ങയും കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ തേങ്ങയൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോയാൽ അതിൻ്റെ രുചി കംപ്ലീറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് ഒരു പരുവത്തിന് തേങ്ങ കരിയാതെ എല്ലാ തേങ്ങയും ഒരുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതാ നമ്മുടെ തെരണ്ടി കഷ്ണങ്ങൾ കുറച്ച് കുഞ്ഞു പീസായിട്ടാണ് ഇട്ടേക്കുന്നത്. കഷ്ണങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല മീൻകറിക്ക് നാടൻ കറികളെല്ലാം മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. മൺചട്ടിയിൽ തന്നെ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, മീൻ പ്രത്യേകം. പിന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കായം, ഉലുവ ഇതെല്ലാം സമം ആ ഒരു ചേരുവയ്ക്ക് അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മുളക് പൊടിയൊക്കെ ഒരു കരിയാത്ത പരുവത്തിൽ കറക്റ്റായിട്ട് മൂപ്പ് നന്നായിട്ട് കിട്ടണം, അല്ലെങ്കിൽ കറിയുടെ സ്വാദ് കറക്റ്റ് ആവുള്ളൂ. നേരത്തെ കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മിക്സിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ, കുഴഞ്ഞിരിക്കണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ തെരണ്ടിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഇല്ലാതെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്വാദാണ്. വറുത്തരച്ച് വെക്കുമ്പോൾ കുറച്ച് ചാറിങ്ങനെ കുറുകി നിൽക്കുന്നതാണ് നല്ലത്, അതാണ് കഴിക്കാനൊരു സ്വാദ്. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വറുത്തരച്ച അരപ്പിനി ചേർക്കാൻ പോകുന്നത്. തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ച തേങ്ങയുടെ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ കുറച്ചൊന്ന് 2 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്താലേ ആ അരപ്പൊക്കെ കറിയിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 മിനിറ്റോളം അതിന് ശേഷം ഈ അരപ്പിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെരണ്ടിയുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വറുത്തരച്ച് വെക്കുമ്പോൾ നമ്മൾ കഷ്ണമായിട്ടുള്ള മീൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.